തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ജൂബിലി ഷോപ്പിംഗ് കോംപ്ലക്സ് സാമൂഹിക വിരുദ്ധരുടെ താവളമാകുന്നതായി പരാതി. 1-2 നിലകളിലുള്ള ശൗചാലയങ്ങളും കോണിപ്പടികളും ഇടത്താവളമാക്കിയാണ് രാപ്പകൽ സാമൂഹിക വിരുദ്ധർ ഇവിടെ വിഹരിക്കുന്നത്. ലഹരി ഉപയോഗവും ഇവിടെ പതിവാണെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. ഇവിടെയുള്ള പുരുഷന്മാരുടെ ടോയ്ലറ്റുകൾ ഏറെ വൃത്തിഹീനമാണ്. പകലും രാത്രിയും എത്തുന്ന ചിലർ ടോയ്ലറ്റുകളിൽ കയറിയാണ് ലഹരിയും നിരോധിത പുകയിലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത്. ജലവിതരണ ടാപ്പുകൾ തുറന്നിടുക, ടാപ്പുകൾ തകർക്കുക, ഉപയോഗിച്ച ലഹരി പാക്കറ്റുകൾ വലിച്ചെറിയുക, ടോയ്ലറ്റിലേക്കുള്ള വഴിയിൽ വിസർജിക്കുക തുടങ്ങിയ തോന്നിയാസങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. നിത്യേന നിരവധി ആളുകൾ വന്നുപോകുന്ന കച്ചവട സ്ഥാപനങ്ങൾ, 2 ബാങ്കുകൾ, പത്രസ്ഥാപനങ്ങൾ, ലൈബ്രറി കൗൺസിൽ ഓഫീസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസ്, തുണിക്കടകൾ, ഗുരുധർമ്മ സമാജം ഓഫീസ്, പ്രിന്റിംഗ് പ്രസ്, മെഡിക്കൽ സ്റ്റോറുകൾ, വക്കീൽ ഓഫീസുകൾ, പ്രസ് ക്ലബ്ബ് തുടങ്ങിയവ പ്രവർത്തിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സാണിത്. ഇവിടെയാണ് രാത്രിയിൽ ഭയമില്ലാതെ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടാൻ എത്തുന്നത്. ബാങ്ക് നിയോഗിച്ച ഒരു സെക്യൂരിറ്റിക്കാരൻ രാത്രിയിൽ ജോലിക്കെത്തും. ഇയാൾ ബാങ്കും പരിസരവും മാത്രം ശ്രദ്ധിക്കും. ഇരുട്ടിയാൽ കെട്ടിടത്തിന്റെ മറ്റ് 2 വഴികളിലൂടെ മദ്യപാനികളും സാമൂഹ്യ വിരുദ്ധരും വലിഞ്ഞുകയറി വരും. ഇവർ കോംപ്ലക്സിന്റെ ഒഴിഞ്ഞ ഇടനാഴികളിൽ കുടിയും തീറ്റയും മലമൂത്ര വിസർജനവും നടത്തി മുങ്ങും. കെട്ടിടത്തിന്റെ 1-2 നിലകളിലായി 5 ശൗചാലയങ്ങളാണുള്ളത്. ഇതിൽ 2 സ്ത്രീകൾക്കുള്ളതാണ്. ഈ ശൗചാലയങ്ങളും അതിക്രമിച്ചെത്തുന്നവർ സദാ വൃത്തിഹീനമാക്കുന്നുണ്ട്. നേരത്തെ ഇവിടുത്തെ കച്ചവടക്കാരുടെ സംഘടന രാത്രിയിൽ കാവൽക്കാരനെ നിയോഗിച്ചിരുന്നു. ഇപ്പോൾ കാവൽക്കാരൻ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഷോപ്പിംഗ് കോംപ്ലക്സ് സാമൂഹ്യ വിരുദ്ധരുടെ തവളമായി മാറിയിരിക്കുകയാണെന്ന് കോംപ്ലക്സിലെ തുണിക്കടയുടമ സജിന പറഞ്ഞു. ഭാഗത്തുനിന്നായി ലഹരി മാഫിയകൾ ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ രാത്രികാലങ്ങളിൽ ഷോപ്പുകളൊക്കെ അടക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഇത് വേണം, സുരക്ഷ വേണം. അതുകൊണ്ട് ഇവിടെ ഒരു വാച്ച്മാൻ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര മണിക്ക് കടകൾ എടുക്കുന്നു? കടകൾ 7-8 മണിയാകുമ്പോൾ കടക്കുമല്ലോ അവിടെ. അതിനുശേഷമാണ് ഇവിടെയുള്ള കളികൾ. പോലീസ് അങ്ങനെ ആരും വരാറില്ല. ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് കോംപ്ലക്സിലെ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ പറഞ്ഞു. ചില സമയങ്ങളിൽ വെള്ളം തീരെ 4 ദിവസം വെള്ളമില്ലാത്ത അവസ്ഥയിലുണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് ഇവർ ക്ലീൻ ആക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയിലല്ലേ. ഞാനിപ്പം പോകുന്നത് പുറത്താണ്. പുറത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ, മെട്രോൻ്റെ ഉള്ളിലാണ് പോകുന്നത്. ഞാനെന്നല്ല, പല ആൾക്കാരും ഇപ്പോൾ അവിടെയാണ് പോകാറ്. കാരണം കയറി വരുമ്പോൾ വല്ലാത്ത കയറാൻ പറ്റാത്ത ഇവിടുത്തെ ബാത്റൂമിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് വെള്ളം തീരെ ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം ഇപ്പോഴത്തെല്ലാം എവിടെയാണ് മോട്ടോർ ഓണാക്കുന്നത് അറിയില്ല. അവർ സർക്കാർ ദിവസന്മാർ ലീവാകുന്ന ദിവസം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. സെക്കൻഡ് സാറ്റർഡേ ലീവാണെങ്കിൽ ശനി ഞായർ ചിലപ്പോൾ 4 ദിവസം വരെ ലീവുള്ള സമയത്ത് 5-ാം ദിവസം നോക്കുമ്പോൾ തീരെ അബദ്ധമായിരിക്കും, വെള്ളം തീരെ ഉണ്ടാവില്ല. പല ആൾ ഉപയോഗിച്ചിട്ട് വെള്ളം പോകുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.